ഹലോ, ഇറ്റ്സ് മീ റോജ അഗെയിൻ. ഗുഡ് മോർണിംഗ്. ഇതൊരു ഗുഡ് മോർണിംഗ് ആണ്. നമ്മൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? നമ്മളിപ്പോൾ പോകുന്നതാണ് മാസസ്ലോക്ക് മാർക്കറ്റ്. മാൾട്ടയിലെ ഒരു അത്യാവശ്യം ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. ഒരു A to Z ഐറ്റംസും നമുക്ക് എല്ലാം തന്നെ ഇവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പം ബാക്കി വീഡിയോയിലേക്ക് കാണാം നമുക്ക് കേട്ടോ. വീഡിയോ കണ്ടോളൂ, ഒന്നും മിസ് ചെയ്യേണ്ട. ഇത്തിരി ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ആക്ച്വലി നമ്മൾ അവിടെ വണ്ടിയുമായിട്ട് 1-2 റൗണ്ട് അടിക്കുന്നുണ്ട്. അവിടെ വണ്ടിയൊന്നും നമുക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടാത്തത് കൊണ്ട് നമ്മൾ എഗെയിൻ ഒരു റൗണ്ട് കൂടെ അടിച്ചിട്ടാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുന്നത്. ഞങ്ങളെല്ലാ ഫ്രണ്ട്സുമായിട്ടാണ് മാർക്കറ്റിൽ മോസ്റ്റ്ലി പോകാറുള്ളത്. വലിയ ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ കുറച്ച് നാളത്തേക്കുള്ളത് നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അപ്പോൾ മാർക്കറ്റിലെ അകത്തേക്ക് നമ്മൾ കയറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് തരാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പം വീഡിയോ നോക്കിക്കോളൂ, മിസ് ചെയ്യരുത്. ഇത് സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ്. നമ്മൾ ഈ തുടങ്ങുന്ന ഏരിയ മുതൽ ആ അറ്റം വരെ ഒരുപാട് ദൂരത്തിലേക്ക് ഈ മാർക്കറ്റ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുക. ഓരോ സ്ഥലത്തും പലയിടത്തായിട്ട് നമുക്ക് ഈ സ്വീറ്റ്സിൻ്റെ ഷോപ്പ് കാണാൻ പറ്റും. മെയിൻലി അവരുടെ മാൾട്ടീസ് ട്രഡീഷണൽ സ്വീറ്റ്സ് ആണ് അവരവിടെ വെക്കുക. ഓക്കെ, ബാക്കി വീഡിയോയിൽ ഓരോന്നായിട്ട് നിങ്ങളും കണ്ടോളൂ കേട്ടോ. നിങ്ങളിത് ശ്രദ്ധിച്ചു, ഇത് നമ്മുടെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാണ് അവിടെ വെച്ചേക്കുന്നത്. എന്താ അല്ലേ, അതവർ മറ്റൊരു രീതിയിൽ മറ്റോരോ ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുന്നു. അതിപ്പോൾ നോർമലി പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഇത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും രാവിലെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇത് ഏകദേശം ഒരു 7 മണി 7:30 ആയപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ എത്തിയത്. ഒരു 6 മണി 6:30 ആകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകും. ഫിഷ് സ്റ്റോളൊക്കെ നമുക്കൊരു 11-11:30 തന്നെ അത് ക്ലോസ് ആവും. കാര്യം എല്ലാ ഫിഷും അപ്പോഴത്തേക്ക് തന്നെ കഴിയും. ഫിഷ് മാത്രമല്ല, ക്ലോത്ത്സ് എല്ലാം, ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് അവിടുന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ എന്താ പറയുക, എല്ലാം നമുക്ക് അവിടുന്ന് തന്നെ മേടിക്കാം. അങ്ങനെ ഒരു സ്പോട്ടാണത്. അതിൻ്റെ നിയർ ബൈ തന്നെ സീ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ഒരു പള്ളിയും ചാപ്പലും എല്ലാം ഉണ്ട്. ഒരു നല്ലൊരു ഏരിയ ആണത്. കടലും ഒരു രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടും. അങ്ങനത്തെ ഒരു വൈബുള്ളൊരു ഏരിയ ആണേ. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അമ്മച്ചിമാരൊരു ഒരു പ്രായം 60-65-70 കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങത്തില്ല. ഇവിടെ ഞാൻ കൂടുതലായിട്ടും എനിക്ക് റെസ്പെക്റ്റും സ്നേഹവും സന്തോഷമൊക്കെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ഒരു 85-90 ഒക്കെ ഉള്ള അപ്പച്ചന്മാരൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കാൻ നിൽക്കുന്നതും അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് അവരൊരു ട്രോളി ബാഗും ഒക്കെ ആയിട്ട് അവർ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നും. അപ്പോൾ അങ്ങനെ കാണുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ആഡ് ചെയ്തേക്കാം. അതാണ്ടേ ഇവിടെ പറഞ്ഞു തീർന്നില്ല, അപ്പോൾ തന്നെ നമ്മൾ കണ്ടോ അമ്മച്ചി അപ്പച്ചനൊക്കെ ആയിട്ട് അവരെന്തോ ബോട്ടിൽ ഇവിടെ വിൽക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഞാൻ കാണുന്നത് 80-85 ഏജ് 80 എബോവ് ഉള്ള അമ്മച്ചി അപ്പച്ചന്മാരൊക്കെയാണ് സാധനം മേടിക്കാനൊക്കെ ട്രോളി ബാഗുമായിട്ടൊക്കെ വരുന്നതും സാധനം വിൽക്കാൻ നിൽക്കുന്നതും ഒക്കെ. ഇത് നമ്മളൊരു സ്വീറ്റ്സ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ കൂടുതലും ട്രഡീഷണൽ മാൾട്ടീസ് സ്വീറ്റ്സ് ആണ് കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കനോലീസ് ഉണ്ട്. പിസ്തയുടെ ടേസ്റ്റ് ഉള്ളതും അങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതും. കനോലി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്വീറ്റ് എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്വീറ്റാണ്. അങ്ങനെ ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടോളൂ.
അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ നോക്കുമായിരുന്നു. എനിക്ക് കുറച്ച് ഓറഞ്ചും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കൂടെ തന്നെ ഞാനത് മേടിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള വീഡിയോ ഞാൻ പകർത്തുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക്. എന്ത് ഭംഗിയാണല്ലേ, എല്ലാവരും രാവിലെ വന്ന് ഓരോ കടയുടെ അടുത്ത് നിൽക്കുന്നു, മീൻ മേടിക്കുന്നു, ഫ്രൂട്ട്സ് മേടിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പോക്കായിരുന്നു ഈ തവണ മാസസ്ലോക്ക്. ഞാൻ വീഡിയോ എടുക്കുമ്പം ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ പോകുമ്പം സാധനങ്ങൾ മേടിച്ച് വരുന്നതിനേക്കാൾ ഉപരി ഞാനിത് ഓരോന്ന് 1 by 1 നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതിനോടൊപ്പം ഞാനത് ശരിക്കും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫിഷ് മറ്റ് പലയിടത്തുനിന്നും നോക്കുന്നു. അപ്പം ഞാനും നോക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ എനിക്ക് മേടിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ മേടിച്ചു ഫിഷ്. എന്നിട്ട് അതിൻ്റെ ഒരാൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഫിഷിൻ്റെയൊക്കെ. നമ്മുടെ നാട്ടിലത്തെ അയല കാണുമ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാവും, അയല, ചൂരയൊക്കെ. ബാക്കി മീനുകളുടെയൊക്കെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ അറിയത്തില്ല. പോകുമ്പം നല്ലതെന്ന് തോന്നുന്നത്, ഫ്രഷ് എന്ന് തോന്നുന്നത് മേടിക്കുന്നു, കൊണ്ടുവന്ന് കറി വെക്കുന്നു. അവരോട് ചോദിക്കും നമ്മൾ, ഇത് ഫ്രൈ ചെയ്യുന്നതാണോ കറി വെക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, അല്ല ഇത് സൂപ്പ് വയ്ക്കാൻ മാത്രമുള്ളതാ, ഫ്രൈ ചെയ്യാൻ മാത്രമുള്ളതാ എന്നൊക്കെ പറഞ്ഞു തരും അവർ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിനകത്തൂടെ നമ്മുടെ ഒത്തിരി മലയാളികൾ അതുവഴി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്ത് ഒരുപാട് ശീലമില്ലാത്ത എനിക്ക് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ എങ്കിലും എനിക്ക് എൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് പറ്റും എന്നുള്ളൊരു ഇതിൽ ഞാനങ്ങ് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. കാരണം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് എത്രയും നല്ലതായിട്ട് എത്തിക്കാമോ, എന്നെയും കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ബെസ്റ്റായിട്ട് എത്തിക്കാനായിരുന്നു ഞാൻ നോക്കിയത്. ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരുപാടൊന്നും ഇല്ല. ഇങ്ങനെ ഇപ്പോൾ കണ്ടിരിക്കാവുന്ന കുറച്ച് വിഷ്വൽസേ ഉള്ളൂ ഇതിൽ. ബട്ട് ഇതൊരു 17 minutes എന്തോ ഉള്ളൊരു വീഡിയോ ആണ് ഓൾമോസ്റ്റ് വരുന്നത്. ഓക്കെ, ഈ നിൽക്കുന്ന അമ്മച്ചി ഞങ്ങളുടെ അടുത്തൊരു മാർക്കറ്റുണ്ട്, ചെറിയ മാർക്കറ്റ്, പൗള മാർക്കറ്റ്. അവിടെയും പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു ഇൻ ബിറ്റ്വീൻ ചില ദിവസങ്ങളിൽ വന്നിട്ട് മീനൊക്കെ വിൽക്കാറുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയം. അങ്ങനെ പുള്ളിക്കാരത്തി എന്നോട് ജസ്റ്റ് മിണ്ടിയൊക്കെ ചെയ്തു. ഇത് കണ്ടില്ലേ, ഇത് വൈനും അതുപോലെ ലിക്കറും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉള്ളൊരു ഷോപ്പായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇത് കൂടുതലും മാൾട്ടീസുകാർ ആ ട്രഡീഷണലിലുള്ള ലിക്കർ ഐറ്റംസും വൈനും ഒക്കെയാണ്. നമ്മുടെ പിന്നാലെ ഒരുപാട് തിരക്കും തിരക്കും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് അവിടുന്ന് മൂവ് ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണം എന്നുണ്ട് ഓരോ കടകളിലും ചെല്ലും. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവിടുത്തെ തിരക്ക് കാരണം. ഇത് കണ്ടോ, ഇവിടുത്തെ ഗോസോ സാൾട്ട് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അപ്പുറത്തോട്ട് സോപ്പ്, ഹണി, അങ്ങനെ കുറേ ഐറ്റംസ് ആയിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. മുളകൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, ഇത്ര ഫ്രഷ് ആണെന്ന് നോക്ക്. ഡ്രൈ ഫ്രൂട്ട്സ്,
ഇവിടെ നിന്ന് ഞാൻ അധികം നിന്നില്ല, കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയിരുന്നു അവിടെ ഇരുന്നതൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ച് അങ്ങ് പോവുകയാണേ. പിന്നെ ഇത് നമ്മുടെ മാൾട്ടയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു യൂറോപ്യൻ സ്ഥലങ്ങളിലെല്ലാം ബ്രെഡിൻ്റെ വെറൈറ്റീസ് കിട്ടും. അങ്ങനെ കുറച്ച് ബ്രെഡുകളുടെ വെറൈറ്റി കണ്ടപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് അത്. അതുകൊണ്ട് ഓറഞ്ച് കണ്ടില്ലേ, ആ ഇലയോട് കൂടി ഇരിക്കുന്ന എത്ര ഭംഗിയാണ് അത് കാണാൻ. നമുക്കത് കാണുമ്പോൾ തന്നെ മേടിക്കാൻ തോന്നും, അതുപോലെ അത്രയും ഫ്രഷാണ്. അതുകൊണ്ട് അവിടെ ദൂരെ ഞാൻ കാണുന്നു നമ്മുടെ ബോട്ടിൻ്റെ ട്രിപ്പ് ബുക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കുറച്ച് ആൾക്കാരെ. ഇവിടെ നമുക്ക് ബോട്ട് ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബുക്ക് ചെയ്തിട്ട് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഇവരെവിടേക്കാണ് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, ഹാൻഡ് മെയ്ഡായിട്ട് കഴുത്തേലിടുന്ന മാല ഉണ്ടാക്കുകയാണ് ഒരു പുള്ളിക്കാരൻ. ആളാണെങ്കിൽ അവിടെ എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടുന്ന് പതിയെ മൂവായി. സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ് വീണ്ടും ഇത്. ആ അമ്മച്ചിയുടെ ഒരു നോട്ടത്തിന് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തു. പിന്നെ ഇത് കുറേ സാലഡ് ഐറ്റംസും ചീസ് അങ്ങനത്തെയൊക്കെ കുറേ ഫ്രഷ് ഐറ്റംസ് വെച്ചേക്കുന്നതാണ് ഇത്. പിന്നെ ഇവിടെ എല്ലാവരും ചീസ്, ബട്ടർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് എവിടെ പോയാലും അങ്ങനത്തെ കുറേ സ്റ്റോളുകൾ നമുക്ക് കാണാം. രണ്ട് അമ്മച്ചിമാർ ഞാൻ അവിടെ നോക്കുവാണ്. അവർ രണ്ടും വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അതിങ്ങനെ പൊതുവേ നമുക്കിവിടെ കാണാം. രാവിലെ നേരങ്ങളിൽ, വൈകിട്ട് നേരങ്ങളിലൊക്കെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഒരു ട്രോളി ബാഗുമായിട്ടൊക്കെ നടക്കുക. അവർ കാര്യമൊക്കെ പറഞ്ഞ് കുശലമൊക്കെ പറഞ്ഞ് എന്ത് സന്തോഷമായിട്ടാണ് പോകുന്നത്. അതൊരു നമുക്ക് അതാണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് പുള്ളി ഒരു സ്വീറ്റ് ടേസ്റ്റ് ചെയ്യാൻ തന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ ഒരെണ്ണം മേടിക്കണമെന്ന് പിന്നെ ഞാൻ ആലോചിച്ചു. മേടിക്കാൻ പറ്റിയില്ല. അടുത്ത തവണ പോകുമ്പോൾ മേടിക്കണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ട്രഡീഷണൽ മാൾട്ടീസ് സ്വീറ്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ട് പലയിടത്തായിട്ട് നമ്മളിതിപ്പോൾ കാണുന്നുണ്ട്. ജസ്റ്റ് കണ്ട് പോവാണേ. ഇത് ടൂറിസ്റ്റ് പീപ്പിളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് മേടിക്കും അവർ. വീണ്ടും നമ്മൾ ചീസും ഒലീവ്സും ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഫിഷിൻ്റെ ഓരോ സാലഡും അത് അങ്ങനെ ഓരോ സാലഡ് ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള ഏരിയ നമ്മൾ കവർ ചെയ്ത് ഇങ്ങനെ പോന്നു. പിന്നെ ഞാൻ കണ്ടത് അവിടെ കുറേ മസാല പൗഡറുകളാണ്. ഓരോ റാബിറ്റ് മസാല, പിസയ്ക്കുള്ള മസാല, അങ്ങനെ ഓരോ മസാലകൾ ഇരിപ്പുണ്ട്.
ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ കുറേ നടന്നു കഴിയുമ്പോൾ ടയേർഡാവും. എങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഈ അറ്റം തൊട്ട് ഒരറ്റം വരെ ഞാൻ വീഡിയോ എടുക്കുന്നുമുണ്ട്, പോയി കണ്ട് കേട്ട് മേടിക്കേണ്ടതെല്ലാം മേടിക്കുന്നുമുണ്ട് ഇതിനിടയ്ക്ക്. ഇത് കണ്ടോ, ഹാൻഡ് മെയ്ഡാണേ, എഴുതി അവിടെ വെച്ചിട്ടുണ്ട്, ഹാൻഡ് മെയ്ഡ് വിത്ത് ലവ്. ആ പുള്ളി അവിടെ നിന്ന് പെയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കാര്യം പറയാം. അപ്പോൾ പുള്ളി ഇരുന്ന് നോക്കി ചിരിക്കുകയാണ്, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. എപ്പോഴും അല്ലെങ്കിലും നമ്മൾ നല്ലത് കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അതിനി ആര് ചെയ്താലും നല്ലതെന്ന് പറയാൻ നമുക്ക് പറ്റണമല്ലോ, അല്ലേ? അങ്ങനെ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറേ ഹണി ബോട്ടിൽസും ഒക്കെ വെച്ചേക്കുന്നുണ്ട്. അവിടെ ആളുകളൊക്കെ നിന്ന് മേടിക്കുന്നു. അപ്പം ഞാനും ഇങ്ങനെ നോക്കുക, ഇതെന്തുവാ, എന്ത് ടൈപ്പ് ഹണിയാ, അതൊക്കെ നോക്കി. എനിക്ക് കൂടുതലൊന്നും മനസ്സിലായില്ല, എങ്കിലും വീഡിയോയ്ക്കകത്ത് ഞാനിതെല്ലാം പകർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ. എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഇനി ഞാൻ എന്താണ് ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതതുപോലെ വേറൊരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് കൈകൊണ്ടിരുന്ന് ഇങ്ങനെ കമ്മലും മോതിരവും ഒക്കെ ഉണ്ടാക്കുകയാണേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് പുള്ളിയോടും കാര്യമൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് പോവാണ് നമ്മൾ. ഓൾമോസ്റ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.